ഇസ്രായേലിലേക്ക് വീണ്ടും ഹൂതികളുടെ ആക്രമണം. ഞായറാഴ്ച രാത്രിയാണ് യമൻ സായുധ ഗ്രൂപ്പ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. ഹൂതികൾ വിക്ഷേപിച്ച ബാലസ്റ്റിക് മിസൈൽ വ്യോമ പ്രതിരോധ സേന തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആഘാതങ്ങളോ പരിക്കുകളോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകളില്ലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. മധ്യ ഇസ്രായേലിലും തെക്കൻ വെസ്റ്റ് ബാങ്കിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളിലും പുലർച്ചെ 1 മണിക്ക് തൊട്ടു മുമ്പ് സൈറനുകൾ മുഴങ്ങി. പിന്നീട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ക്ലസ്റ്റർ ബോംബ് വാർഹെഡുള്ള ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ടെലവീവ് മേഖലയിലെ നിരവധി സെൻസിറ്റീവ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടു. സമീപ ആഴ്ചകളിൽ ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ ഉപയോഗിച്ച് നിരവധി മിസൈലുകൾ ഹൂതികൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഐലാത്ത് മേഖലയിലെ 2 സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിലേക്ക് 2 ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ഹൂതികൾ അവകാശപ്പെട്ടു. ഹൂതി ഡ്രോണുകൾ ഇസ്രായേൽ എത്തിയതായി റിപ്പോർട്ടുകളൊന്നുമില്ല. ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് ഡ്രോൺ തകർന്നു വീണിട്ടുണ്ടാകുമെന്നാണ് IDF പറയുന്നത്. ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ബാലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ തുടർച്ചയായി ആക്രമിക്കുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണയ്ക്കുന്നതിനായാണ് ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് 1 മാസത്തിന് ശേഷം 2023 നവംബറിൽ ചെങ്കടലിൽ ഇസ്രായേലിനെയും സമുദ്ര ഗതാഗതത്തെയും ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇസ്രായേലിന് നേരെ ഏകദേശം 130 മിസൈലുകളും 180-ലധികം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഇത് മരണത്തിനും പരിക്കിനും നാശനഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതിനിടെ US-ൻ്റെ ഗാസ വെടിനിർത്തൽ പദ്ധതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പദ്ധതിയിൽ ഭേദഗതികൾ വരുത്തുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ മധ്യസ്ഥരിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് ഞായറാഴ്ച പറഞ്ഞു. ഒരു വെടിനിർത്തൽ കരാറിന് തൊട്ടടുത്താണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിഷേധിച്ച് ഹമാസ് എത്തിയത്. മധ്യസ്ഥരിൽ നിന്ന് ഹമാസിന് പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ മാസം 9-ന് ഹമാസ് നേതാക്കൾക്ക് നേരെ ദോഹയിൽ നടന്ന വധശ്രമത്തിന് ശേഷം ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പലസ്തീനിലെ ജനങ്ങളുടെ ദേശീയ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു നിർദ്ദേശവും പോസിറ്റീവായും ഉത്തരവാദിത്തത്തോടെയും പരിഗണിക്കാൻ സന്നദ്ധമാണെന്ന് ഹമാസ് പറഞ്ഞു. ഈജിപ്റ്റ്, ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ 21-ന് അമേരിക്കൻ പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ഖത്തറി ദിനപത്രമായ അൽ അറബി അൽ ജദീദി റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കൽ, ഗാസയുടെ അതിർത്തിയിൽ അന്താരാഷ്ട്ര സൈന്യത്തെ വിന്യസിക്കൽ, പലസ്തീൻ അതോറിറ്റിയുടെ പങ്കാളിത്തത്തോടെയുള്ള ഭരണകൂടം എന്നിവ ഭേദഗതിയിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കേണ്ടി വരുമെന്നും എന്നാൽ പൂർണ്ണമായും നിരായുധീകരിക്കില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസ ഭരണകൂടം പലസ്തീനായി തുടരും. ഗാസയോ വെസ്റ്റ് ബാങ്കോ പിടിച്ചെടുക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ട്രംപ് അറബ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഭേദഗതി ചെയ്ത പദ്ധതി തിങ്കളാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ ട്രംപ് അവതരിപ്പിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെടിനിർത്തലിൻ്റെ തുടക്കത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനുള്ള ഒരു കരാറാണ് ട്രംപ് തയ്യാറാക്കുന്നത്.